So, hello everyone. My name is Aparna. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം KTechന്റെ കാറ്റഗറി 2 വരുന്ന ഇംഗ്ലീഷ് പാർട്ടിൻ്റെ ക്ലാസ്സസ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ സ്ലൈഡ് ഷെയർ ചെയ്യാം. അപ്പം നമ്മൾ കാറ്റഗറി 2 പാർട്ട് 2 വരുന്ന ഇംഗ്ലീഷ് പാർട്ട് നോക്കുവാണെങ്കിൽ അത് ബേസിക്കലി 2 കോമ്പണൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തേന്ന് പറയുന്നത് കോംപ്രിഹെൻഷനും, രണ്ടാമത്തത് ഈ പെഡഗോഗി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പെഡഗോഗി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിൽ തുടങ്ങിയാണ്. സെഷൻ തുടങ്ങുന്നതിന് മുൻപ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു സംതിങ്. ദാറ്റ് ഈസ് ബിഫോർ എനിത്തിങ് എൽസ് പ്രിപ്പറേഷൻ ആസ് ദ കീ ടു സക്സസ് എന്നാണ് അലക്സാണ്ടർ ഹാമൽ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുൻപും പ്രിപ്പറേഷനാണ് സക്സസ്സിലേക്ക് നമ്മളെ എത്തിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളിപ്പം കേട്ടിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് അല്ലേ? അപ്പം പ്രിപ്പറേഷൻ എത്രത്തോളം ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനൊരു കോഴ്സിന് ചേർന്നത്. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും, നമ്മുടെ ആൻസൈറ്റി കുറയ്ക്കും, കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാറ്റുലേറ്റ് യു ഫോർ ജോയിനിങ് ദിസ് പർട്ടിക്കുലർ കോഴ്സ് ബിക്കോസ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് സിസ്റ്റമാറ്റിക് ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ പോവാണ്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് എവരിവൺ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ആസ് ഐ ഹവ് ടോൾഡ് യു ഇറ്റ് ഇസ് പെഡഗോഗി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അപ്പം എന്താണ് പെഡഗോഗി എന്ന് പറയുന്നത്? പെഡഗോഗി എന്ന് പറയുന്നത് ദ മെത്തേഡ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ടീച്ചിങ് ആണ് അല്ലേ? നമ്മൾ പഠിപ്പിക്കുന്നതിന്റെ മെത്തേഡ് അല്ലെങ്കിൽ അതിന്റെ പ്രാക്ടീസിനെയാണ് പെഡഗോഗി എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് അക്വയറിംഗ് ആൻഡ് ഇംപ്രൂവിങ് ലാംഗ്വേജ് സ്കിൽസിനെയാണ് നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പെഡഗോഗി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എങ്ങനെയാണ്, വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രാക്ടീസ് ദാറ്റ് ഈസ് ബീങ് യൂസ്ഡ് ടു അക്വയർ അല്ലെങ്കിൽ ഇംപ്രൂവ് അവർ ലാംഗ്വേജ് സ്കിൽസ്? ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നത്? അതിനെയാണ് നമ്മൾ പെഡഗോഗി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ഹൗ ടു ടീച്ച് ആൻഡ് ഫെസിലിറ്റേറ്റ് ലാംഗ്വേജ് ലേണിംഗ് എഫക്റ്റീവ്ലി. എങ്ങനെയാണ് ഭാഷ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് പഠിപ്പിക്കുക അല്ലെ എന്നുള്ളതാണ് പെഡഗോഗി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആദ്യത്തെ ടോപ്പിക്കാണ് ലാംഗ്വേജ് അക്വസിഷൻ ആൻഡ് ലാംഗ്വേജ് ലേണിംഗ്. ഇതിൽ എത്ര പേർക്ക് അക്വസിഷൻ ആൻഡ് ലേണിംഗിന്റെ വ്യത്യാസം അറിയാം അല്ലെ? അപ്പം നമുക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യു ഓഫൺ തിങ്ക് അക്വസിഷൻ ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത് സിമിലർ ആയിട്ടുള്ള ടേംസ് ആയിട്ടാണ് നമുക്ക് പലപ്പോഴും തോന്നാറുള്ളത്. പക്ഷേ വെൻ യു ലുക്ക് ഇൻ ടു ഇറ്റ് ഇൻ ഡീറ്റെയിൽ വി കുഡ് സീ ദാറ്റ് അക്വസിഷൻ ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത് എൻറ്റയർലി 2 ഡിഫറെന്റ് പ്രോസസ് ആണ്. ഫോർ എക്സാമ്പിൾ, വാട്ട് ഇസ് ലാംഗ്വേജ് അക്വസിഷൻ? ഓക്കെ, ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ നാച്ചുറൽ സബ് കോൺഷ്യസ് പ്രോസസ് by which humans pick up a language through exposure and interaction. ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ആയ സബ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സബ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അറിയാതെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. ബൈ വിച്ച് ഹ്യൂമൻസ് പിക്ക് അപ്പ് എ ലാംഗ്വേജ് ത്രൂ എക്സ്പോഷർ ആൻഡ് ഇന്ററാക്ഷൻ അല്ലെ? കുട്ടികൾ അവരുടെ എക്സ്പോഷറിലൂടെ ആളുകളോടുള്ള ഇന്ററാക്ഷനിലൂടെ അക്വയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ നാച്ചുറൽ സബ് കോൺഷ്യസ് പ്രോസസ്. ഇറ്റ് ഹാപ്പൻസ് വിത്തൗട്ട് ഫോർമൽ ടീച്ചിങ് മോസ്റ്റ്ലി ഇൻ ഏർലി ചൈൽഡ്ഹുഡ് അല്ലെ? ഒരു ഫോർമൽ ടീച്ചിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല ലാംഗ്വേജ് അക്വസിഷന്. ഇത് മോസ്റ്റ്ലി സംഭവിക്കുന്നത് എപ്പോഴാണ്? ഏർലി ചൈൽഡ്ഹുഡിലാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, the learner is not aware of learning rules. They simply absorb the language by listening and using it. അല്ലെ? ഇവിടെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഭാഷ ഉപയോഗിക്കുന്നത് ഭാഷയുടെ റൂൾസ് ഒന്നും അറിഞ്ഞിട്ടല്ല, പക്ഷെ അത് കണ്ടും ആളുകൾ ഉപയോഗിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടാണ് കൊച്ച് ഈസ് ആക്ച്വലി ലേണിംഗ് ദ ലാംഗ്വേജ്. എക്സാമ്പിൾ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പോലെ ചൈൽഡ് ലേൺസ് മലയാളം ഓർ തമിഴ് ജസ്റ്റ് ബൈ ഹിയറിംഗ് ഫാമിലി മെമ്പേഴ്സ് സ്പീക്കിംഗ് ഇറ്റ് ഡെയിലി. അതായത് നമ്മളെ തന്നെ നോക്കിയാൽ നമുക്കറിയാം നമ്മൾ മലയാളം സംസാരിക്കാൻ പഠിച്ചത് നമ്മൾ മലയാളം ഇങ്ങനെയാണ്. അപ്പം നമ്മൾ മലയാളം നമ്മൾ സംസാരിക്കാൻ പഠിച്ചപ്പോൾ
മലയാളം ഇങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് റൂൾസ് ഒക്കെ കേട്ടിട്ടാണോ നമ്മൾ പഠിച്ചത്? അല്ല. നമ്മളെ ചുറ്റുമുള്ള ആളുകൾ അത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്, അത് ഏത് സാഹചര്യത്തിലാണ് അവർ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനെയാണ് നമ്മളത് പഠിച്ചത്. അപ്പോൾ ചൈൽഡ് ലേൺസ് മലയാളം ഓർ തമിഴ് ജസ്റ്റ് ബൈ ഹിയറിംഗ് ഫാമിലി മെമ്പേഴ്സ് സ്പീക്ക് ഇറ്റ് ഡെയിലി ഇസ് എൻ അക്വസിഷൻ. അതിന് നമ്മൾ ലാംഗ്വേജ് അക്വസിഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ചുരുക്കത്തിൽ ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുന്നത് ലേണിംഗ് എ ലാംഗ്വേജ് നാച്ചുറലി ബൈ യൂസിങ് ഇറ്റ്. സ്വാഭാവികമായി അത് ഉപയോഗിച്ചുകൊണ്ടൊരു ഭാഷ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ലാംഗ്വേജ് അക്വസിഷൻ എങ്കിൽ എന്തായിരിക്കും ലാംഗ്വേജ് ലേണിംഗ്? Language learning, it is a conscious, deliberate process of studying a language formally, often in a classroom environment. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് ആയിരുന്നെങ്കിൽ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് ആയ പ്രോസസ്സാണ്. ഒരു കൊച്ചിന്റെ എഫേർട്ട് അല്ലെ, കൊച്ചു അറിഞ്ഞുകൊണ്ട് പഠിക്കുന്നതാണ്. ഇറ്റ്സ് എ ഡെലിബറേറ്റ് പ്രോസസ്, പൂർണ്ണ അനുമതിയോടുകൂടി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. The student is learning a language formally, അല്ലെ. ഫോർമലി എന്ന് പറഞ്ഞാൽ എന്താ? ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് സ്കൂൾ എഡ്യൂക്കേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ എവിടെയാണ് ക്ലാസ് എടുക്കുക? അല്ലെ, ക്ലാസ് മുറിയിലാണ് പഠനം സംഭവിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇസ് എ കോൺഷ്യസ് ഡെലിബറേറ്റ് പ്രോസസ് ഓഫ് സ്റ്റഡിയിങ് എ ലാംഗ്വേജ് ഫോർമലി, ഓഫൺ ഇൻ എ ക്ലാസ് റൂം എൻവയോൺമെന്റ്. ഇറ്റ് ഇൻവോൾവ്സ് എക്സ്പ്ലിസിറ്റ് ടീച്ചിങ് ഓഫ് ഗ്രാമർ, പ്രൊനൗൺസിയേഷൻ ആൻഡ് റൂൾസ്. അല്ലെ, അപ്പൊ നമ്മൾ അക്വസിഷനിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് എക്സ്പ്ലിസിറ്റ് ടീച്ചിങ് ഉണ്ട്, അല്ലെ. വളരെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ദാറ്റ് ഇവിടെ ഒരു ഭാഷയുടെ ഗ്രാമർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രാമർ എന്ന് വെച്ചാൽ വ്യാകരണം, പ്രൊനൗൺസിയേഷൻ, എങ്ങനെയാണ് വേർഡിന്റെ ഉച്ചാരണം, ആൻഡ് റൂൾസ്. എല്ലാ ഭാഷകൾക്കും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ഇതൊക്കെയാണ് ആ ഒരു ഫോർമൽ എഡ്യൂക്കേഷനിൽ, ക്ലാസ് റൂം എൻവയോൺമെന്റിൽ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. The learner is aware that they are learning and may try to memorize or apply rules. അല്ലെ, ഒരു കുട്ടി he is aware or she is aware that they are learning and may try to memorize and apply rules. ഓക്കെ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് നമുക്ക് മനസ്സിലാവും. ലേണിംഗ് ഇംഗ്ലീഷ് ടെൻസസ്, വൊക്കാബുലറി ഓർ റൈറ്റിംഗ് സ്കിൽസ് ഇൻ സ്കൂൾ. നമുക്ക് പൊതുവെ മലയാളികൾക്കുള്ളൊരു പ്രശ്നം അതാണ്. ഒരു ക്രൗഡ് വരുന്ന സമയത്ത് വി ജനറലി ടെൻ ടു ഹാവ് പ്രോബ്ലം സ്പീക്കിംഗ് ഇംഗ്ലീഷ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് നമ്മുടെ ടെൻസ് കറക്റ്റ് ആണോ, നമ്മൾ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടാണോ സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ്. അപ്പം ഒരു ഭാഷ ലേൺ ചെയ്യുന്ന സമയത്ത്, കാരണം നമ്മൾ അതിന്റെ ടെക്നിക്കൽ സൈഡാണ് ആദ്യം പഠിക്കുന്നത്. വി ആർ ലേണിംഗ് ടെൻസസ്, അല്ലെ, എന്തൊക്കെ ടെൻസസ് ഉള്ളത്, പ്രസന്റ് ആണോ, പാസ്റ്റ് ആണോ, ഫ്യൂച്ചർ ആണോ. വി ആർ ലേണിംഗ് വൊക്കാബുലറി, വി ആർ ലേണിംഗ് വേർഡ്സ് ആൻഡ് ഓർ റൈറ്റിംഗ് സ്കിൽസ് ഇൻ സ്കൂൾ. അപ്പം അതാണ് നമ്മൾ ആദ്യം നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ വരിക. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ മദർ ടങ് അല്ലാതെ ഒരു ലാംഗ്വേജ് പറയുന്ന സമയത്ത് വി ഫൈൻഡ് ഇറ്റ് എ ബിറ്റ് ഡിഫിക്കൽട്ട്. ഓക്കെ, അപ്പം ഇൻ ഷോർട്ട് ലാംഗ്വേജ് ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേണിംഗ് എ ലാംഗ്വേജ് ഫോർമലി വിത്ത് ഇൻസ്ട്രക്ഷൻ, അല്ലെ, വി ആർ ലേണിംഗ് എ ലാംഗ്വേജ് ഫോർമലി, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ലാംഗ്വേജ് അക്വസിഷൻ, എന്താണ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് രണ്ട് ബോക്സസിലായിട്ട് പഠിക്കാം. അപ്പം അക്വസിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് വെച്ച് ഒരു കൊച്ചു ജനിക്കുന്ന സമയത്ത് കൊച്ചിന്റെ ചുറ്റുപാടുള്ള ആളുകളിൽ നിന്നോ, അമ്മയിൽ നിന്നോ, അച്ഛനിൽ നിന്നോ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നിന്നോ ഒക്കെ പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എന്ത് പ്രോസസ്സാണ്? അത് പാസീവ് ആയിട്ടൊരു പ്രോസസ്സാണ്. കൊച്ചു ഇതിനായിട്ടൊരു എഫേർട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഇതിനായിട്ടൊരു സ്പേസ് അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ചുറ്റുപാട് നിന്നൊക്കെ പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുന്നത് ഒരു പാസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ സബ് കോൺഷ്യസ് പ്രോസസ്, അല്ലെ, കൊച്ചു അറിയാതെ പഠിച്ചു പോകുന്നതാണ്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ലേണിംഗ്? ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് കോൺഷ്യസ് പ്രോസസ്സാണ്. അപ്പം നമ്മളൊരു ക്ലാസ് മുറിയിൽ ഇരുത്തി നിങ്ങളെ ഇന്നത് പഠിപ്പിക്കാൻ പോവുകയാണ്, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതാണ്, നിങ്ങളത് ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇംപ്ലിസിറ്റ് നോളജ് ആണ്. ഇംപ്ലിസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡയറക്ട്ലി ആണ് ആ നോളജ് അപ്ലൈ ചെയ്യുന്നത്. അറിഞ്ഞോ നമ്മൾ ഒരിക്കലും ഇതിനെപ്പറ്റി അവെയർ അല്ലാഞ്ഞിട്ട് പോലും like we are not aware of what are the rules and regulations or how is the language being structured, but we still able to use it. But what about explicit knowledge? നമുക്ക് വ്യക്തമായിട്ട് അറിയാം അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയാണ്, ടെൻസസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിയാം. ദാറ്റ് ഇസ് ഹൗ വി യൂസ് ഇറ്റ്. ആൻഡ് ഇറ്റ് ഇസ് ഇൻ ഇൻഫോർമൽ സിറ്റുവേഷനിലാണ് അക്വസിഷൻ സംഭവിക്കുക, അല്ലെ.
അതായത് നമ്മൾ ഫാമിലിയുടെ അടുത്ത് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളോട് സംസാരിക്കുമ്പോഴോ ഒരു കമ്മ്യൂണിറ്റി സ്പേസിലൊക്കെ അങ്ങനെയുള്ള സ്പേസസിലാണ് ഇത് സംഭവിക്കുക. പക്ഷെ ഫോർമൽ സിറ്റുവേഷനിലാണ് ലാംഗ്വേജ് ലേണിംഗ് സംഭവിക്കുന്നത്. അതായത് ഒരു ക്ലാസ് മുറിയോ ഒരു വർക്ക് സ്പേസിലോ ഒക്കെയാണ് ഇത് സംഭവിക്കാറുള്ളത്. ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുന്നത് സ്റ്റേബിൾ ഓർഡർ ഓഫ് അക്വസിഷൻ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇത് പഠിച്ചിട്ട് ഇത് പഠിക്കാം, ഇത് പഠിച്ചിട്ട് ഇത് പഠിക്കാന്നൊരു ഓർഡർ ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും ആ ഭാഷ അക്വയർ ചെയ്തിട്ടുണ്ടാവുക. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ലേണിംഗ് ഇറ്റ് സിമ്പിൾ ടു കോംപ്ലക്സ് ഓർഡർ ഓഫ് ലേണിംഗ്. നമ്മളെ ഭാഷ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക ആദ്യം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ലേണിംഗിലേക്ക് മൂവ് ചെയ്യാറാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് വാട്ട് ഇസ് അക്വസിഷൻ ആൻഡ് വാട്ട് ഇസ് ലേണിംഗ്. നെക്സ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് ഹൗ ബോത്ത് ഹാപ്പൻസ് ഇൻ ലേണേഴ്സ്. അല്ലെ, ലാംഗ്വേജ് അക്വസിഷൻ അല്ലെങ്കിൽ ലാംഗ്വേജ് ലേണിംഗ് എന്നുള്ളത് ആ ലേണേഴ്സിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലാംഗ്വേജ് അക്വസിഷൻ പ്രോസസ് ഇറ്റ് ബിഗിൻസ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ത്രൂ ലിസണിങ് ആൻഡ് ഇന്ററാക്ഷൻ. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതുപോലെ ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഏർലി ചൈൽഡ്ഹുഡിൽ, അല്ലെ, ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ 0 to 3 അല്ലെങ്കിൽ 0 to 4 എന്നുള്ളൊരു കാലഘട്ടമാണ്. ത്രൂ ലിസണിങ് ആൻഡ് ഇന്ററാക്ഷൻ ആണ് ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ലേണേഴ്സ് ഇമിറ്റേറ്റ്, റിപ്പീറ്റ് ആൻഡ് റെസ്പോണ്ട് ടു മീനിങ്ഫുൾ കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം ഇനീഷ്യലി നമ്മൾ സംസാരിക്കാൻ പഠിക്കുന്നത് നമ്മുടെ അമ്മയിൽ നിന്നോ അച്ഛനിൽ നിന്നോ ഒക്കെയാണ്. അപ്പം അമ്മ അച്ഛനും പറയുന്നത് കേൾക്കുന്നു, അവർ പറയുന്നത് പറയാനായിട്ട് ശ്രമിക്കുന്നു, അവർ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ വി ആർ ഇമിറ്റേറ്റിംഗ്, റിപ്പീറ്റിംഗ് ആൻഡ് റെസ്പോണ്ടിങ് ടു മീനിങ്ഫുൾ കമ്മ്യൂണിക്കേഷൻ. There is no direct teaching. The focus is on understanding and being understood. അല്ലെ, ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ഡയറക്റ്റ് ടീച്ചിങ് ഒരിക്കലും സംഭവിക്കുന്നില്ല. ഇൻസ്റ്റെഡ് ഇതിന്റെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഫോക്കസ് ഇസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ബീയിങ് അണ്ടർസ്റ്റുഡ്. നമ്മൾ പറയുന്ന കാര്യം മറ്റേയാൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റേയാൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അക്വസിഷന്റെ ഒരു മേജർ കോമ്പണന്റ് എന്ന് പറയുന്നത്. It involves exposure, imitation, trial and error and emotional connection. അല്ലെ, അതായത് അക്വസിഷൻ എന്ന് പറയുന്നത് നമുക്ക് സംഭവിക്കുന്ന എപ്പോഴും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് എക്സ്പോസ്ഡ് ആകുമ്പോഴാണ് നമ്മളത് അക്വയർ ചെയ്യാൻ നമ്മൾ പറ്റുക. പലപ്പോഴും നമ്മൾ ഒരാൾ ചെയ്യുന്നത് ഇമിറ്റേറ്റ് ചെയ്യാനാണ് അതിൽ ശ്രമിക്കുന്നത്. അതിനകത്ത് ട്രയലും എററും ഉണ്ടാകും. ഒരു പക്ഷെ നമുക്ക് തെറ്റുപറ്റി പോവാം, നമ്മളത് ശരിയാക്കി എടുക്കാം. അതിനകത്ത് ഇമോഷണൽ കണക്ഷൻസും വരും. എക്സാമ്പിൾ, a toddler says milk after hearing it many times. അല്ലെ, നമ്മൾ കുഞ്ഞു പിള്ളേർ തന്നെ അവർക്കത് ഫുഡാണ് എന്ന് പലതവണ നമ്മളത് വേണമെന്ന് ചോദിച്ച് അവരത് പറഞ്ഞ് മനസ്സിലാക്കി അതിനുശേഷം അത് അവർ തന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് അക്വസിഷൻ പ്രോസസ്സാണ്. അടുത്തത് ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സാണ്. യൂഷ്വലി ഒക്കേഴ്സ് ആഫ്റ്റർ സ്കൂൾ ബിഗിൻസ്. അല്ലെ, ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് എപ്പോഴും സ്കൂൾ തുടങ്ങുന്ന സമയത്ത് സംഭവിക്കുന്ന ഒന്നാണ്. ഇൻവോൾവ്സ് സ്റ്റഡി ഓഫ് റൂൾസ്, മെമ്മറൈസേഷൻ ആൻഡ് പ്രാക്ടീസ്. അപ്പം ഈ നമ്മൾ ലാംഗ്വേജ് ലേൺ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ അതിന്റെ നിയമങ്ങളെ പറ്റി അറിയുകയാണ്. അത് നമ്മൾ കാണാതെ പഠിക്കുകയും പിന്നീട് ആ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസും കൂടെയാണ് ചെയ്യുന്നത്. ലേണേഴ്സ് മേ ലേൺ അബൌട്ട് എ ലാംഗ്വേജ് മോർ ദാൻ ആക്ച്വലി യൂസിങ് ഇറ്റ്. അല്ലെ, അത് നമുക്ക് റിയൽ ലൈഫിൽ തന്നെ അറിയാം. ഒരുപക്ഷെ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്ര തന്നെ യൂസ് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും പലപ്പോഴും, ബട്ട് വി ആർ വെരി മച്ച് അവെയർ ഓഫ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, യു നോ, ദ ടെൻസസ്, the punctuations or prepositions or articles for instance. അതിനൊക്കെ പറ്റി നമുക്ക് നല്ല ധാരണ ഉണ്ടാവും. നമ്മൾ ആക്ച്വലി അത് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ്. അല്ലെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടീച്ചേഴ്സ്, ടെക്സ്റ്റ് ബുക്സ്, ഡ്രിൽസ് ആൻഡ് ഫീഡ്ബാക്ക്. അപ്പം ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമുക്ക് ടീച്ചർ ഉണ്ടാവും, ആളാണ് പറഞ്ഞു തരിക, ആളൊരു സിലബസ് ഫോളോ ചെയ്യും, അത് ടെക്സ്റ്റ് ബുക്സിൽ അല്ലെ ഉണ്ടാവുന്നുണ്ട്. ഡ്രിൽസ് ഏത് മെത്തേഡ് യൂസ് ചെയ്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടാവും, അതായത് നമുക്കൊരു തെറ്റ് പറ്റുവാണെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനും പറ്റുന്നുണ്ട്. എക്സാമ്പിൾ, എ സ്റ്റുഡന്റ് ലേണിംഗ് ടു റൈറ്റ് എസ്സേസ് ഇൻ ഇംഗ്ലീഷ് യൂസിങ് ഗ്രാമർ റൂൾസ്. അല്ലെ, നമുക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ ആണ്. എങ്ങനെയാണ് നമ്മൾ എസ്സേ എഴുതാൻ പഠിക്കുന്നത്? ആദ്യം നമുക്ക് എങ്ങനെയാണ് എസ്സേ എഴുതേണ്ടത് പറഞ്ഞു തരുന്നു, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിന്റെ ക്രൈറ്റീരിയ പറഞ്ഞു തരുന്നു, അതിനുശേഷം നമ്മളത് എഴുതാൻ തുടങ്ങുന്ന ഒന്നാണ്. Next is importance of understanding acquisition and learning in classroom teaching. അപ്പോൾ എങ്ങനെയാണ് ലാംഗ്വേജ് അക്വസിഷൻ അല്ലെങ്കിൽ ലാംഗ്വേജ് ലേണിംഗ്
ഒരു ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കാൻ നമുക്ക് പലപ്പോഴും നല്ലതാണ്. കാരണം നമ്മളിപ്പം കേട്ടറ്റ് അല്ലെങ്കിൽ സിടെറ്റ് പോലുള്ള എക്സാംസ് നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ്ലി അവരൊരു അപ്ലിക്കേഷൻ ലെവലിലാണ് ചോദിക്കുക. അതായത് ഇങ്ങനെ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നുണ്ട്, അത് ശരിക്കും ലാംഗ്വേജ് ലേണിംഗ് ആണോ അക്വിസിഷൻ ആണോ എന്ന് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം അതിനകത്ത് നമുക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. സോ understanding how languages are acquired and learned helps teachers design lessons that are both effective and enjoyable. A good language classroom should give space for natural communication while also teaching structure and correctness. അല്ലെ, അപ്പം ഒരു ഭാഷ എങ്ങനെയാണ് ഒരു കുട്ടി അക്വയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കുന്നത് ലേൺ ചെയ്യുന്നത് എന്നുള്ളത് ഒരു ടീച്ചർക്ക് മനസ്സിലാവുകയാണെങ്കിൽ ലെസൺ പ്ലാൻസ് അത്ര എഫക്റ്റീവ് ആയിട്ട് അവർക്ക് എൻജോയബിൾ ആയിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു നല്ല ലാംഗ്വേജ് ക്ലാസ് റൂമിനകത്ത് സ്വാഭാവികമായിട്ട് നാച്ചുറൽ ആയിട്ട് സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടാവണമെന്ന് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ നമുക്ക് ചെറിയ ചെറിയ തെറ്റുകൾ തിരുത്താനുള്ള സ്പേസും ഒരു ടീച്ചർ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഹൗ ടീച്ചേഴ്സ് ക്യാൻ അപ്ലൈ ദിസ് ഇൻ ക്ലാസ് റൂം എന്നുള്ളതാണ്. ഫസ്റ്റ് തിങ് ഇസ് എൻകറേജ് ലാംഗ്വേജ് അക്വിസിഷൻ. ലാംഗ്വേജ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ അക്വിസിഷൻ ഇസ് ദ ബെസ്റ്റ് വേ, ബിക്കോസ് it creates opportunities for real communication through stories, songs, role plays and games. എപ്പോഴും ലാംഗ്വേജ് പഠിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് റിയൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മളിപ്പം നിങ്ങളൊക്കെ ഭാവിയിൽ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ആവാൻ പോകുന്ന ആളുകളാണല്ലേ. നിങ്ങളോട് എപ്പോഴും ചോദിക്കും, മിസ്സേ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഫ്ലോലെസ് ആയിട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം, പ്രാക്ടീസ് ഡൂയിങ് ഇറ്റ്. കാരണം എപ്പോഴും റിയൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മളുടെ പ്രാക്ടീസ് ആണ് നമുക്ക് എപ്പോഴും വളരെ എഫക്റ്റീവ് ആയിട്ട് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഒരു ക്ലാസ് റൂമിൽ നമുക്ക് എങ്ങനെ റിയൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാം? നമുക്ക് സ്റ്റോറീസിലൂടെ, സോങ്സിലൂടെ, റോൾ പ്ലേസിലൂടെ, ഗെയിംസിലൂടെ ഒക്കെ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഫോക്കസ് ഓൺ മീനിങ്ഫുൾ ഇന്ററാക്ഷൻ റാദർ ദാൻ സ്ട്രിക്റ്റ് കറക്ഷൻ. അപ്പൊ ആദ്യം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നു. ആ മീനിങ്ഫുൾ ഇന്ററാക്ഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യണം. നമ്മൾ കോൺസ്റ്റന്റ്ലി നമ്മൾ ഇവരെ ഇങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്തുണ്ടാവില്ല, ദിൽ നോട്ട് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഫ്രീ. അപ്പൊ നമ്മളൊരു മീനിങ്ഫുൾ ഇന്ററാക്ഷൻ അവർക്ക് പറയാനുള്ള കണ്ടന്റ് അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നീട് അതിന്റെ ഗ്രാമാറ്റിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നോക്കുക എന്നുള്ളതാണ്. പ്രൊവൈഡ് എ റിച്ച് ലാംഗ്വേജ് എൻവയോൺമെന്റ് വേർ സ്റ്റുഡൻസ് ഹിയർ ആൻഡ് യൂസ് ദ ടാർഗറ്റ് ലാംഗ്വേജ് നാച്ചുറലി. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കാനായിട്ട് കൊടുക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി എ റിച്ച് ലാംഗ്വേജ് എൻവയോൺമെന്റ്. കാരണം അവരവിടെ കോൺസ്റ്റന്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആളുകൾ ഇന്ററാക്ട് ചെയ്യുന്നതും ഒക്കെ ആ ഒരു ടാർഗറ്റ് ലാംഗ്വേജ്. ഇവിടെ ആണെങ്കിൽ ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിൽ അത് അവർക്ക് കുറച്ചുകൂടെ എക്സ്പോഷർ കൂട്ടും എന്നുള്ളതാണ്. റൈറ്റ്. Let learners express ideas freely, don't interrupt them too often for mistakes. ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്. സപ്പോർട്ട് ലാംഗ്വേജ് ട്രെയിനിങ്. അപ്പം നമ്മൾ അക്വസിഷനകത്ത് നമ്മളിങ്ങനെ അവരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനുള്ള സ്പേസ് ജനറേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർ കറക്റ്റ് ആയിട്ട് അത് ഡെലിവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രാമർ, വൊക്കാബുലറി, സ്ട്രക്ചർ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ഏജിനും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. യൂസ് എക്സ്പ്ലിസിറ്റ് ഇൻസ്ട്രക്ഷൻ ടു ക്ലാരിഫൈ ഫോംസ്, പാറ്റേൺസ് ആൻഡ് റൂൾസ്. ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലിസിറ്റ് ഫീഡ്ബാക്ക് ആൻഡ് ജെന്റൽ കറക്ഷൻ ടു ഇംപ്രൂവ് അക്യുറസി. ഏറ്റവും അക്യുറസി എന്ന് വെച്ചാൽ എന്താ, പെർഫെക്റ്റ് ആയിട്ട് ലാംഗ്വേജ് പറയാനായിട്ട് ഇടയ്ക്ക് നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കേണ്ടി വരും. അത് വളരെ ജെന്റലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, യൂസ് വർക്ക്ഷീറ്റ്സ്, ഗൈഡഡ് റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ടു റീഇൻഫോഴ്സ് ലേണിംഗ്. അല്ലെ, റീഇൻഫോഴ്സ് ലേണിംഗിന് വേണ്ടി നമുക്ക് വർക്ക്ഷീറ്റ്സ് കൊടുക്കാം. ഗൈഡഡ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്, എന്നുവെച്ചാൽ അവരോട് എഴുതാൻ പറയാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇസ് സംതിങ് ദാറ്റ് ഇസ് സോ ഗുഡ് ഫോർ അവർക്ക് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് നമുക്കറിയാൻ ഏറ്റവും നല്ലൊരു പ്രാക്ടീസ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാകും, ഇത് ക്ലാസ് റൂമിൽ റിയൽ ലൈഫ് അപ്ലിക്കേഷൻ അല്ലേ, നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളോട് ചോദിക്കുന്നത് ഇതിലുള്ള പല കാര്യങ്ങളും ക്ലാസ് റൂമിൽ ചെയ്യുന്നുണ്ടല്ലോ, അത് ഏത് മെത്തേഡാണ് എന്ന് നമുക്ക് ചോദിക്കാം. ഗ്രാമർ, വൊക്കാബുലറി, സ്ട്രക്ചർ ഒക്കെ പഠിപ്പിക്കുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും അത് ലാംഗ്വേജ് ലേണിംഗ് ആണ്. അല്ലെ, ഈ ഗ്രാമർ, വൊക്കാബുലറി, സ്ട്രക്ചർ ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ലാംഗ്വേജ് അക്വിസിഷൻ അല്ല, അത് ലാംഗ്വേജ് ലേണിംഗ് ആണ് എന്നുള്ളത്. ക്രിയേറ്റ് എ ഹെൽത്തി ബാലൻസ് എന്നുള്ളതാണ്. ബിക്കോസ് നമുക്കറിയാം ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സമയത്ത് LSRW അല്ലെ, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ഉള്ള സ്കിൽസ് ആണ് നമ്മൾ
കുട്ടികളിൽ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം വി ഹാവ് ടു ബ്ലെൻഡ് അക്വസിഷൻ ആക്ടിവിറ്റീസ് വിത്ത് ലേണിംഗ് ടാസ്ക്. അക്വസിഷൻ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്ക് അക്വയർ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആണ്. അതിൽ ലിസണിങ് ടാസ്കുകൾ കൊടുക്കാം, സ്പീക്കിംഗ് ടാസ്കുകൾ കൊടുക്കാം, ഇന്ററാക്ടിങ് ടാസ്കുകൾ കൊടുക്കാം, അല്ലെ ലേണിങ്ങിന് വേണ്ടി നമുക്ക് കൊടുക്കാം റീഡിങ്, റൈറ്റിംഗ്, ഗ്രാമർ പോലുള്ള കാര്യങ്ങൾ കൊടുക്കാം. അതുപോലെ ലെസൺസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് യൂസ് ദ ലാംഗ്വേജ് ആൻഡ് അനലൈസ് ഇറ്റ് എന്നുള്ളത് പോലത്തെ ഡിസൈനിങ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് ഫോർമൽ ടീച്ചിങ്ങും ഇൻഫോർമൽ ഇന്ററാക്ഷനും ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്ലാസ് റൂമിൽ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. സോ നമ്മൾ ഇത്ര നേരം പഠിച്ചത് നമ്മൾ കേട്ടിട്ട് കാറ്റഗറി 2-ലുള്ള പേപ്പർ 2-നകത്ത് വരുന്ന ഇംഗ്ലീഷ് പാർട്ടിനകത്തുള്ള സെക്കൻഡ് പോർഷൻ ആയിട്ടുള്ള പെഡഗോഗി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ ലാംഗ്വേജ് അക്വസിഷൻ ആൻഡ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്ന ആദ്യത്തെ ടോപ്പിക്കാണ്. അപ്പം ഈ ലാംഗ്വേജ് അക്വസിഷൻ എന്താണ്, ലാംഗ്വേജ് ലേണിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സബ് കോൺഷ്യസ് പ്രോസസ്. അല്ലെങ്കിൽ കൊച്ചു എങ്ങനെയാണോ മലയാളം പഠിക്കുന്നത് അത് അറിയാതെ പഠിച്ചു പോകുന്നത്, അത് സബ് കോൺഷ്യസ് ആണ്. പക്ഷെ ലാംഗ്വേജ് ലേണിംഗ് എങ്ങനെയാണ്, അത് കോൺഷ്യസ് ആണ്. നമ്മൾ ഇംഗ്ലീഷ് എങ്ങനെ പഠിച്ച് വളരെ കോൺഷ്യസ് ആയിട്ട് ഇതാണ് ലെറ്റേഴ്സ്, ഇതാണ് വേർഡ്സ്, വേർഡ്സ് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, അത് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇങ്ങനെയാണ്, ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, അല്ലെ. അപ്പൊ നമ്മൾ സെന്റൻസ് അവസാനിക്കുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടണം എന്നൊക്കെ പറഞ്ഞ് വി ആർ ലേണിംഗ് ഇറ്റ് വെരി കോൺഷ്യസ്ലി. നമ്മൾ മനഃപൂർവ്വം എഫേർട്ട് എടുത്താണ് പഠിക്കുന്നത്. പക്ഷെ മലയാളം നമ്മൾ അങ്ങനെയാണോ പഠിച്ചത്? അല്ല. ഇനി ഏതൊരു എൻവയോൺമെന്റിലാണ് ലാംഗ്വേജ് അക്വസിഷൻ സംഭവിക്കുന്നത്? നാച്ചുറൽ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ, അതായത് നമ്മുടെ വീടുകളിലാവാം, സൊസൈറ്റിയിലൊക്കെ ആവാം. പക്ഷെ ലാംഗ്വേജ് ലേണിംഗ് സംഭവിക്കുന്നത് ഒരു ക്ലാസ് റൂം പോലുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ് സംഭവിക്കുന്നത്. ലാംഗ്വേജ് അക്വസിഷന്റെ ഫോക്കസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീനിങ്. ആളുകൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബേസിക്കലി ലാംഗ്വേജ് അക്വസിഷൻ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. പക്ഷെ ലാംഗ്വേജ് ലേണിംഗിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉപയോഗിക്കുക, ഭാഷ കറക്റ്റ് ആയിട്ട് തെറ്റുകളില്ലാതെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പൊതുവെ ലാംഗ്വേജ് അക്വസിഷന്റെ സമയത്ത് എറേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്യപ്പെടാറുണ്ട്. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റേ ആൾക്ക് മനസ്സിലായോ എന്നുള്ളതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എററുകൾ സംഭവിക്കുന്ന സാഹചര്യത്തിൽ ലാംഗ്വേജ് അക്വിസിഷൻസിൽ ആ എറർസ് ഇഗ്നോർ ചെയ്യാറുണ്ട്. പക്ഷെ വെൻ യു ലുക്ക് ഇൻ ടു ലാംഗ്വേജ് ലേണിംഗ് ഫോർ ഇൻസ്റ്റൻസ്, ആ എറേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയും അതിനുശേഷം അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കാറുണ്ട്. ഇനി ഇൻട്രിൻസിക് ആണ് ലാംഗ്വേജ് അക്വിസിഷന്റെ മോട്ടിവേഷൻ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭാഷ ഉപയോഗിക്കാൻ അയാൾ കേപ്പബിൾ ആവുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശമെങ്കിൽ ഇതിനകത്ത് നമ്മൾ ലാംഗ്വേജ് ലേൺ ചെയ്യുന്നത് മോസ്റ്റ്ലി നമ്മളൊരു മാർക്സിനും എക്സാംസിനും ഒക്കെ വേണ്ടിയൊക്കെ ആയിരിക്കും, അല്ലെ. അപ്പം ചൈൽഡ് ലേണിംഗ് മദർ ടങ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് എ സ്റ്റുഡന്റ് ലേണിംഗ് ഇംഗ്ലീഷ് ഇൻ സ്കൂൾ ഓർ ഹിന്ദി ഇൻ സ്കൂൾ ഫോർ ഇൻസ്റ്റൻസ് ഇസ് an example for language learning. അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. എനിക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം, just to know whether you have understood the topics clearly. Okay, the first question is language acquisition refers to. അപ്പോൾ ലാംഗ്വേജ് അക്വസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ലാംഗ്വേജ് അക്വസിഷൻ എന്നാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. The formal study of grammar and rules, the natural process of picking up a language through exposure, learning a language only through textbooks, memorizing vocabulary. നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞാൽ നോക്കിക്കോളൂ. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ദ ഫോർമൽ സ്റ്റഡി ഓഫ് ഗ്രാമർ ആൻഡ് റൂൾസ്. ഫോർമൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് അക്വസിഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? അല്ലെ, ഫോർമൽ എഡ്യൂക്കേഷൻ വരുന്ന എപ്പോഴാണ്? ലേണിംഗിലാണ്. അപ്പൊ നമുക്ക് ആ ഓപ്ഷൻ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഓപ്ഷൻ ബി, ദ നാച്ചുറൽ പ്രോസസ് ഓഫ് പിക്കിംഗ് അപ്പ് എ ലാംഗ്വേജ് ത്രൂ എക്സ്പോഷർ. എക്സ്പോഷറിലൂടെ ഭാഷ പഠിക്കുന്നത് അക്വസിഷൻ ആണ്. പക്ഷെ നമുക്ക് ബാക്കി രണ്ട് ഓപ്ഷൻസും കൂടെ നോക്കാതെ ബി ആണെന്ന് ഫൈനലൈസ് ചെയ്യാൻ പറ്റില്ല, അല്ലെ. നമുക്ക് ഓപ്ഷൻ സി കൂടെ നോക്കാം. ലേണിംഗ് എ ലാംഗ്വേജ് ഓൺലി ത്രൂ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് ഒരിക്കലും എവിടെ സംഭവിക്കുന്നില്ല? ലാംഗ്വേജ് അക്വസിഷനിൽ സംഭവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ സി ക്യാൻസൽ ചെയ്യാം. പിന്നെ നമുക്കുള്ളത് ഓപ്ഷൻ ഡി ആണ്, മെമ്മറൈസിങ് വൊക്കാബുലറി. ഒരിക്കലും അക്വസിഷനിൽ എന്ത് സംഭവിക്കുന്നില്ല? ഒരു മെമ്മറൈസേഷൻ പ്രോസസ് സംഭവിക്കുന്നേ ഇല്ല. അതുകൊണ്ട് ലാംഗ്വേജ് അക്വസിഷൻ ഒരിക്കലും എന്തല്ല? ഡി ആവാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ എന്താണ്? The correct answer is option B, the natural process of picking up a language through exposure. ഓക്കെ, അപ്പം നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ട് സബ് കോൺഷ്യസ് ആയിട്ട് എങ്ങനെയാണ് ഒരു കൊച്ചു മദർ ടങ് പഠിക്കുന്നത്,
അതിനകത്ത് സിംപ്ലി എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ തന്നെ അത് പഠിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാംഗ്വേജ് ലേണിംഗ് മെയിൻലി occurs. ലാംഗ്വേജ് ലേണിംഗ് മെയിൻലി എവിടെയാണ് സംഭവിക്കുന്നത്? ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ്, in an informal environment, in a structured classroom setting, without any teaching. ഇന്നത്തെ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് എന്നാലും നമുക്കത് നോക്കാം. ലാംഗ്വേജ് ലേണിംഗ് എവിടെയാണ് സംഭവിക്കാറ്? ഏർലി ചൈൽഡ്ഹുഡിൽ ഒരിക്കലും ഫോർമൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ഒരിക്കലും ലാംഗ്വേജ് ലേണിംഗ് അവിടെ സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംഭവിക്കുന്നില്ല. ഇൻ ആൻ ഇൻഫോർമൽ എൻവയോൺമെന്റ് ഒരിക്കലും എന്തല്ല, ലേണിംഗ് ആണെങ്കിൽ അവിടെ ഫോർമലാണ്. ഇൻഫോർമൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ സ്ട്രക്ചേർഡ് ക്ലാസ് റൂം സെറ്റിംഗ് ഒരു ഫോർമൽ ആണല്ലേ? അപ്പൊ നമുക്ക് അത് ഒന്ന് നമ്മൾ ഹോൾഡിൽ വെക്കാം. വിത്തൗട്ട് എനി ടീച്ചിങ് ഒന്നും ഇല്ലാതെ പഠിപ്പിക്കുന്നത് എന്താണെന്നാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്? ലാംഗ്വേജ് അക്വസിഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അത് അതിന്റെ ആൻസർ ആവാൻ സാധ്യതയില്ല. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following is not a feature of language acquisition? ലാംഗ്വേജ് അക്വസിഷന്റെ ഫീച്ചർ അല്ലാത്ത നോട്ട് എന്ന് പറയുന്ന ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുത്. കാരണം പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജ് അക്വസിഷൻ എന്ന് കാണുന്നു, നമ്മൾ ആദ്യം ആൻസർ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ ക്വസ്റ്റ്യന്റെ ട്രിക്ക് ഇവിടെ നോട്ട് എന്നുള്ളതാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് ലാംഗ്വേജ് അക്വസിഷൻ? സബ്കോൺഷ്യസ് ലേണിംഗ്. സബ്കോൺഷ്യസ് ആണോ ലാംഗ്വേജ് അക്വസിഷൻ? ആണ്. അപ്പൊ അതെന്തായാലും നോട്ട് ചോദിച്ചത് കൊണ്ട് തന്നെ സബ്കോൺഷ്യസ് ലേണിംഗ് നമുക്കറിയാം അത് ലാംഗ്വേജ് അക്വസിഷൻ ആണെന്ന്. ഫോർമൽ ഇൻസ്ട്രക്ഷൻ ആണോ ലാംഗ്വേജ് അക്വസിഷനിൽ സംഭവിക്കാറ്? അല്ല അല്ലെ? അപ്പൊ നമുക്ക് ബി ഹോൾഡിൽ വെക്കാം. നാച്ചുറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെപ്പോഴും എന്താ പറയുക, വീട്ടിലൊക്കെ സംഭവിക്കുന്നത് നാച്ചുറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ലാംഗ്വേജ് അക്വസിഷനിൽ ആഡ് ചെയ്യാൻ പറ്റും അല്ലെ? ഓപ്ഷൻ ഡി, എക്സ്പോഷർ ടു റിയൽ ലൈഫ് സിറ്റുവേഷൻ സംഭവിക്കുന്നത് എവിടെയാണ്? ലാംഗ്വേജ് അക്വസിഷനിലാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് ലാംഗ്വേജ് അക്വസിഷൻ? ഫോർമൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ലാംഗ്വേജ് അക്വസിഷൻ. അക്കോർഡിംഗ് ടു സ്റ്റീഫൻ ക്രാഷൻ, വിച്ച് പ്രോസസ് ലീഡ്സ് ടു ഫ്ലുവൻസി എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ സ്റ്റീഫൻ ക്രാഷൻ ഇതുവരെ പഠിച്ചിട്ട് ഇല്ല അല്ലെ? നമ്മളത് ഫസ്റ്റ് ടോപ്പിക് ആണ്. അങ്ങനെയാണെങ്കിൽ പോലും ഒരാൾ എപ്പോഴാണ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ എന്താണ് അയാളെ ഫ്ലുവൻസി കൊണ്ടുവരുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ലാംഗ്വേജ് ലേണിംഗ്, ലാംഗ്വേജ് കറക്ഷൻ, ലാംഗ്വേജ് അക്വസിഷൻ ആൻഡ് ലാംഗ്വേജ് മെമ്മറൈസേഷൻ. അപ്പൊ നമുക്കൊരു നമ്മളെ തന്നെ ഒന്ന് ആലോചിക്കുക. നമ്മൾ മലയാളം അറിയാം, നമുക്ക് ഇംഗ്ലീഷ് അറിയാം, നമ്മൾ ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്നത് എന്താ? മലയാളമാണ് അല്ലെ? അപ്പൊ മലയാളം നമ്മൾ എന്ത് പ്രോസസ്സിലൂടെ പഠിച്ചത്? ലാംഗ്വേജ് അക്വസിഷൻ ആണോ ലാംഗ്വേജ് ലേണിംഗ് ആണോ എന്ന് ആലോചിക്കുക. മലയാളം നമ്മൾ പഠിച്ചത് അക്വസിഷനിലൂടെയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ബേസിക് ഇങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പോൾ അതിനകത്ത് ഇംഗ്ലീഷിൽ പറയുന്ന ഭാഗം മനസ്സിലായിട്ടില്ലെങ്കിലും അതിന്റെ സെക്കൻഡറി ഓപ്ഷൻസ് നമ്മൾ ജനറൽ ആയിട്ട് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്, ലാംഗ്വേജ് അക്വസിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A child learning to speak their mother tongue is an example of. ഒരു കുട്ടി തന്റെ മാതൃഭാഷ സംസാരിക്കാൻ പഠിക്കുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണെന്നുള്ളതാണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ലാംഗ്വേജ് അക്വസിഷൻ ആണോ, ലാംഗ്വേജ് ലേണിംഗ് ആണോ, ഗ്രാമർ ട്രാൻസ്ലേഷൻ ആണോ, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണോ? ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, ലാംഗ്വേജ് അക്വസിഷൻ. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ. ഇൻ ലാംഗ്വേജ് ലേണിംഗ് ദ ഫോക്കസ് ഇസ് മെയിൻലി ഓൺ. ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഫോക്കസ് ഏതിലേക്കാണെന്നാണ് ചോദിക്കുന്നത്. മീനിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഗ്രാമർ ആൻഡ് കറക്റ്റ്നെസ്, പ്ലേ ആൻഡ് ക്രിയേറ്റിവിറ്റി, ലിസണിങ് ആൻഡ് ഇമിറ്റേഷൻ. ലാംഗ്വേജ് ലേണിംഗിൽ മീനിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞത് എപ്പോഴാണ്? നമ്മുടെ മീനിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാൽ അക്വസിഷനിലാണ് അല്ലെ? നമ്മൾ പറയുന്ന കാര്യം മറ്റയാൾ പറയുന്നത് നമുക്ക് മനസ്സിലാകുക എന്നുള്ളതാണ്. ഗ്രാമർ ആൻഡ് കറക്റ്റ്നെസ് നമ്മൾ പഠിച്ചത് എപ്പോഴാണ്? ലാംഗ്വേജ് ലേണിംഗിലാണ്. അപ്പൊ നമുക്ക് ആ ഓപ്ഷൻ ഹോൾഡിൽ വെക്കാം. പ്ലേ ആൻഡ് ക്രിയേറ്റിവിറ്റി. പ്ലേയിങ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഒക്കെ നമ്മൾ അക്വസിഷനിൽ പറഞ്ഞതാണ്. അതുപോലെ ഇമിറ്റേഷൻ ഒക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ ക്ഷമയും കണ്ട് പഠിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇതിനകത്താണ് പറഞ്ഞത്. വി ആക്ച്വലി ഡിസ്കസ്ഡ് ഇറ്റ് ഇൻ ലാംഗ്വേജ് അക്വസിഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമർ ആൻഡ് കറക്റ്റ്നെസ്, ഓപ്ഷൻ ബി. Let's look at the next question.
Which of the following helps promote language acquisition in classroom? Okay. ഇതിനകത്ത് ഏതാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ലാംഗ്വേജ് അക്വസിഷൻ ഇൻ ദ ക്ലാസ് റൂം എന്നുള്ളതാണ്? ഓപ്ഷൻ എ മെമ്മറൈസിംഗ് ഗ്രാമർ റൂൾസ്, ഓപ്ഷൻ ബി സൈലന്റ് റീഡിംഗ് ടാസ്ക്, ഓപ്ഷൻ സി സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് റോൾ പ്ലേസ്, ഓപ്ഷൻ ഡി റൈറ്റിംഗ് എറർ ഫ്രീ എസ്സേസ്. അപ്പൊ നമ്മൾ ക്ലാസ് റൂമിനകത്ത് എങ്ങനെയാണ് ലാംഗ്വേജ് അക്വസിഷൻ ആൻഡ് ലേണിംഗ് ഉപയോഗിക്കാന്നൊരു ഭാഗം പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു ലാംഗ്വേജ് അക്വസിഷൻ നമുക്ക് എങ്ങനെ ക്ലാസ്സിനകത്ത് കൊണ്ടുവരാം. ഒരു കുട്ടിക്ക് സ്വാഭാവികമായി നാച്ചുറൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് നമ്മൾ അതിന് ജനറേറ്റ് ചെയ്യേണ്ടി വരും. ഈ 4 ഓപ്ഷൻസിൽ ഏത് ഓപ്ഷനാണ് ആ കുട്ടിക്ക് അങ്ങനെ നാച്ചുറൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ചാൻസ് തരുന്നത്? ഗ്രാമർ റൂൾസ് പഠിക്കുന്നതാണോ? അല്ലല്ലേ. സൈലന്റ് റീഡിംഗ് ടാസ്കിലാണോ? അല്ല. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് റോൾ പ്ലേസ്. ഒരു കുട്ടിക്ക് സ്റ്റോറി ടെല്ലിങ്ങിലൂടെയും റോൾ പ്ലേസിലൂടെയും ചെയ്യാൻ പറ്റുന്നത് എന്താണ്? വളരെ സ്വാഭാവികമായി സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാകുകയാണ്. That is actually helping the kid to promote language acquisition in the classroom. Next, let's look into the 8th question. The best classroom practice combines. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഒരു ബെസ്റ്റ് ക്ലാസ് റൂം പ്രാക്ടീസ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് അക്വസിഷൻ ആക്ടിവിറ്റി മാത്രമാണോ, ലേണിംഗ് ആക്ടിവിറ്റി മാത്രമാണോ, അക്വസിഷൻ ആൻഡ് ലേണിംഗ് ആണോ, നെയ്തർ എന്നാണ്. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് വെച്ചിട്ട് we know that option C both acquisition and learning strategy ആണ് ബെസ്റ്റ് ക്ലാസ് റൂം പ്രാക്ടീസ് എന്ന് പറയുന്നത്. 9th question, which of the following statement is true? Language acquisition is conscious and learning is subconscious. ശരിയാണോ? ലാംഗ്വേജ് അക്വസിഷൻ ആണ് എന്ത്? സബ്കോൺഷ്യസ് അല്ലെ. ലേണിംഗ് എന്ന് പറയുന്നതാണ് കോൺഷ്യസ്. അപ്പൊ ഓപ്ഷൻ എ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓപ്ഷൻ ബി ലാംഗ്വേജ് അക്വസിഷൻ occurs naturally while learning requires effort and instruction. കറക്റ്റ് ആണല്ലേ. ലാംഗ്വേജ് അക്വസിഷൻ നാച്ചുറൽ ആയിട്ട് സംഭവിക്കും, പക്ഷെ ലേണിംഗിന് നമുക്ക് എഫേർട്ട് ഇടേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി ഹോൾഡ് ചെയ്യാം. ഓപ്ഷൻ സി ബോത്ത് അക്വസിഷൻ ആൻഡ് ലേണിംഗ് ആർ ദ സെയിം. അക്വസിഷൻ ലേണിംഗും സെയിം ആണെന്നാണ് പറയുന്നത്. ശരിയാണോ? അക്വസിഷൻ ആൻഡ് ലേണിംഗ് സെയിം ആണോ? അല്ല. ലേണിംഗ് ഹാപ്പൻസ് വിത്തൗട്ട് എനി ടീച്ചിങ്. ലേണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം അസോസിയേറ്റ് ചെയ്യുന്ന ടേം ടീച്ചറാണ്. ലേണിംഗ് അവിടെ ഒരു ടീച്ചറും ഇല്ലാതെ സംഭവിക്കും എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇത് ശരിയാണോ? അല്ല. So what is the correct answer? The correct answer is option B. Language acquisition occurs naturally while learning requires effort and instruction. Let's look at the 10th question. A teacher encourages students to speak freely, accepts errors, and focuses on meaning. This teacher is promoting. ഒരു ടീച്ചർ കുട്ടികളെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ ഒരു സ്പേസ് കൊടുക്കുകയാണ്, തെറ്റുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ മീനിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈ ടീച്ചർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്താണ്? ലാംഗ്വേജ് ലേണിംഗ്, ലാംഗ്വേജ് അക്വസിഷൻ, ഗ്രാമർ ട്രാൻസ്ലേഷൻ, സ്ട്രക്ചറൽ ടീച്ചിങ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഒബ്വിയസ് അല്ലേ. ലാംഗ്വേജ് അക്വസിഷൻ, ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ലാംഗ്വേജ് അക്വസിഷൻ ആൻഡ് ലാംഗ്വേജ് ലേണിംഗ് ആണ്. ലാംഗ്വേജ് അക്വസിഷൻ ആൻഡ് ലാംഗ്വേജ് ലേണിംഗ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം രണ്ടും ഈവൻ ദോ രണ്ടിനകത്ത് നമ്മൾ ഭാഷയാണ് പഠിക്കുന്നതെങ്കിൽ പോലും ദീസ് ടു ആർ ദ പ്രോസസ് വെയർ പീപ്പിൾ ആർ യൂസിങ് ടു ലേൺ ലാംഗ്വേജ്. അല്ലെ, ഒരു ഭാഷ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഭാഷ പഠിക്കുന്നത് ഈ പ്രോസസ്സിലൂടെയാണ്. അക്വസിഷൻ എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായ ഒരു ചെറിയ കുട്ടി ജനിക്കുന്ന സമയത്ത് അവരുടെ ചുറ്റുപാടിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഒക്കെ പഠിക്കുന്നതാണ് എന്ത്? ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുന്നത്. അതിന്റെ ബേസിക് ഉദ്ദേശം എന്ന് പറയുന്നത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. പലപ്പോഴും അതിനകത്ത് എറേഴ്സ് ഉണ്ടാവും. ആ എറേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സ്വാഭാവികമായിട്ട് കണക്കാക്കുകയും ഇഗ്നോർ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് വളരെ കോൺഷ്യസ് ആയിട്ട് ഒരു ക്ലാസ് റൂം പോലെ ഒരു സ്ട്രക്ചേർഡ് സ്പേസിനകത്ത് അതിന്റെ ഇനീഷ്യൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട്, അതായത് റൂൾസ് പറഞ്ഞു തന്നുകൊണ്ട് അതിന്റെ ഡിഫിക്കൽട്ട് സ്റ്റേറ്റിലേക്ക് അതിന്റെ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അങ്ങനെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്യാറൊക്കെയാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഏറ്റവും ഇനീഷ്യൽ ടോപ്പിക് ആയിട്ടുള്ള ലാംഗ്വേജ് അക്വസിഷൻ ആൻഡ് ലാംഗ്വേജ് ലേണിംഗ് മനസ്സിലായിട്ടുണ്ടെന്ന്. സോ ഐ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, സോ താങ്ക് യു എവരിവൺ.